പുറത്ത് തിമിർത്തു പെയ്യുന്ന മഴയ്ക്ക് അഭിജിത്തിന്റെ ഉള്ളിലെ സങ്കടങ്ങളുടെയും അത്രയും ആഴമുണ്ടായിരുന്നില്ല. ചോർന്നൊലിക്കുന്ന ആ ഓലമേഞ്ഞ വീടിന്റെ ഉമ്മറത്ത് തൻ്റെ MSc അഗ്രികൾച്ചർ ബിരുദ സർട്ടിഫിക്കറ്റ് നോക്കി അവനിരുന്നു. റാങ്ക് ഹോൾഡറായിട്ടും ഒരുപാട് വാതിലുകളിൽ മുട്ടിയിട്ടും അവന് ലഭിച്ചത് നിരാശ മാത്രമാണ്. അകത്തെ മുറിയിൽ നിന്ന് അച്ഛൻ്റെ നിർത്താതെയുള്ള ചുമ കേൾക്കാം. ചികിത്സയ്ക്ക് പണമില്ലാതെ ആ മനുഷ്യൻ ഓരോ ദിവസവും മരണത്തിലേക്ക് നടന്നടുക്കുകയാണ്. അതിനുമപ്പുറത്ത് വെളിച്ചമില്ലാത്ത അടുക്കളയിലിരുന്ന് തേങ്ങിക്കരയുന്ന അനിയത്തി അമ്മു. ഫീസ് അടയ്ക്കാൻ കഴിയാത്തതിനാൽ കോളേജിൽ നിന്ന് അവളെ പുറത്താക്കിയിട്ട് ഒരാഴ്ചയായി. പെട്ടെന്ന് ഉമ്മറത്തെ മങ്ങിയ ബൾബിന്റെ വെളിച്ചത്തിൽ ഗേറ്റ് കടന്നു വരുന്ന പോസ്റ്റ്മാനെ അവൻ കണ്ടു. ആ നനഞ്ഞ കവർ കയ്യിൽ വാങ്ങുമ്പോൾ അബിയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അത് ബാങ്കിൽ നിന്നുള്ള ജപ്തി നോട്ടീസായിരുന്നു. 15 ലക്ഷം ഒരാഴ്ചക്കകം. അബി നോട്ടീസിലെ അക്കങ്ങളിലേക്ക് നോക്കി മന്ത്രിച്ചു. അവൻ്റെ ലോകം ഇരുളുന്നതുപോലെ അവന് തോന്നി. സ്വന്തമായി ഉണ്ടായിരുന്ന 5 സെന്റ് ഭൂമിയും ഈ കൊച്ചു വീടും പണയപ്പെടുത്തിയത് അച്ഛൻ്റെ ചികിത്സയ്ക്കും തൻ്റെ പഠനത്തിനും വേണ്ടിയാണ്. ഇനി എന്തു ചെയ്യും? എങ്ങോട്ട് പോകും? ആ ചിന്തകളിൽ സ്വയം എരിയുമ്പോഴാണ് അബിയുടെ ഫോൺ ശബ്ദിച്ചത്. സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. രാജലക്ഷ്മി മാഡം. തൊട്ടടുത്തുള്ള ഏക്കറുകൾ വിസ്തൃതിയുള്ള ശ്രീഭദ്ര എസ്റ്റേറ്റിലെ ഉടമസ്ഥയാണ്. നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരി. കോടീശ്വരനായ ശേഖരൻ മുതലാളിയുടെ 2ാം ഭാര്യ. ശേഖരൻ വർഷങ്ങളായി വിദേശത്താണ്. ഹലോ. അഭിജിത്ത് ഫോൺ എടുത്തു. അഭിജിത്ത്, എനിക്കറിയാം നിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. നിന്റെ അച്ഛൻ്റെ അസുഖവും ബാങ്കിലെ ജപ്തിയും എല്ലാം ഞാൻ അറിഞ്ഞു. ഫോണിൻ്റെ മറുതലയ്ക്കിൽ രാജലക്ഷ്മിയുടെ ശബ്ദത്തിൽ വല്ലാത്തൊരു ഗാംഭീര്യമുണ്ടായിരുന്നു. അഭിജിത്താവട്ടെ ഒന്നും മിണ്ടിയില്ല. ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് എൻ്റെ ബംഗ്ലാവിൻ്റെ പിൻവാതിലൂടെ നീ അകത്തേക്ക് വരണം. ആരും അറിയരുത്. നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും എൻ്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട്. 15 ലക്ഷം രൂപയുടെ ഒരു പരിഹാരം. അത്രയും പറഞ്ഞ് അവർ ഫോണ് കട്ട് ചെയ്തു. അഭിജിത്ത് തറഞ്ഞു നിന്നു. എന്താണ് ആ വാക്കുകളുടെ അർത്ഥം? ഇത്ര വലിയൊരു തുക അവർ എന്തിനാണ് തനിക്ക് നൽകുന്നത്? പകരമായി അവർ എന്തായിരിക്കും ആവശ്യപ്പെടുക? മനസ്സിൽ ചോദ്യങ്ങളുടെ ഒരു പെരുമഴ തന്നെ പെയ്തിറങ്ങി. രാത്രി 12 മണി. ശ്രീഭദ്ര ബംഗ്ലാവിൻ്റെ പിൻവാതിൽ പതുക്കെ തുറന്ന് അഭിജിത്ത് അകത്തേക്ക് പ്രവേശിച്ചു. കൂറ്റൻ വീടിൻ്റെ അകത്തളങ്ങളിൽ വല്ലാത്തൊരു നിശബ്ദത തളം കെട്ടി നിന്നു. വിശാലമായ ഹാളിൽ വില കൂടിയ ഒരു സോഫയിൽ അവനെ കാത്ത് രാജലക്ഷ്മി ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ മുന്നിലെ ടീപ്പോയിൽ ഒരു ബ്രീഫ് കേസ് ഇരിക്കുന്നു. വാ അഭിജിത്ത്. അവർ അവനെ നോക്കി പുഞ്ചിരിച്ചു. ആ ചിരിയിൽ എന്തോ ഒരു ക്രൂരത ഒളിഞ്ഞിരിക്കുന്നതായി അവന് തോന്നി. അവർ ആ ബ്രീഫ് കേസ് തുറന്നു. കെട്ടുകണക്കിന് 500ൻ്റെയും 1000ൻ്റെയും നോട്ടുകൾ. ഇതിൽ കൃത്യം 15 ലക്ഷം രൂപയുണ്ട്. നാളെ നിനക്ക് ബാങ്കിൽ കടം തീർക്കാം. അച്ഛനെ വലിയ ആശുപത്രിയിലേക്ക് മാറ്റാം. അനിയത്തിയെ വീണ്ടും പഠിപ്പിക്കാം, രാജലക്ഷ്മി പറഞ്ഞു. അബിയുടെ കണ്ണുകൾ ആ പണത്തിൽ ഉടക്കി നിന്നു. അവൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണുനീരും തുടച്ചു മാറ്റാൻ പോന്ന ഒരു നിധി. പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു. പകരം ഞാൻ എന്താണ് ചെയ്യേണ്ടത് മാം? എന്നെക്കൊണ്ട് ആർക്കും ഒരു ദ്രോഹവും ചെയ്യാൻ എനിക്ക് കഴിയില്ല. രാജലക്ഷ്മി ഉച്ചത്തിൽ ചിരിച്ചു. ദ്രോഹമോ? അല്ല അഭിജിത്ത്, നീ എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്താൽ മതി. എൻ്റെ മകൾ മീര, ശേഖരൻ മുതലാളിയുടെ ആദ്യ ഭാര്യയിലെ മകൾ. അവൾക്ക് ഇപ്പോൾ 22 വയസ്സായി. നിനക്കറിയാമല്ലോ, അവൾക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട്. അവളൊന്ന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെങ്കിൽ ഒരു പുരുഷന്റെ സാമീപ്യം ആവശ്യമാണ്. അഭിജിത്ത് ഞെട്ടലോടെ അവരെ നോക്കി. അതെ അഭിജിത്ത്, ഇന്ന് രാത്രി നീ മീരയുടെ മുറിയിൽ അവളോടൊപ്പം ചിലവഴിക്കണം. എൻ്റെ മകൾക്കൊപ്പം ഒരു രാത്രി. ഈ പണം നിനക്കുള്ളതാണ്. അവർ വളരെ ശാന്തയെ പറഞ്ഞു നിർത്തി. ഒരു നിമിഷം അഭിജിത്തിൻ്റെ ശ്വാസം നിലച്ചുപോയി. സ്വന്തം മകളെ, രണ്ടാനമ്മയാണെങ്കിലും ഒരാളുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരമ്മയോ? നാട്ടുകാർക്കിടയിൽ മീരയെക്കുറിച്ച് പല അപവാദങ്ങളും അവൻ കേട്ടിട്ടുണ്ട്. അവൾക്ക് ഭ്രാന്താണെന്നും ആണുങ്ങളെ കണ്ടാൽ വഴിപിഴച്ചവളെ പോലെ പെരുമാറുമെന്നും ഒക്കെയാണ് രാജലക്ഷ്മി എന്നെ നാട്ടിൽ പറഞ്ഞു വരുത്തിയിട്ടുള്ളത്. ഇല്ല, എനിക്കിതിന് കഴിയില്ല. അഭിജിത്ത് തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങി. പോകാം, പക്ഷേ നാളെ നിന്റെ വീടിൻ്റെ മുന്നിൽ ബാങ്കുകാർ വന്ന് നിൽക്കുമ്പോൾ, കുടിയൊഴിപ്പിക്കപ്പെടുമ്പോൾ, മരുന്ന് വാങ്ങാൻ ഗതിയില്ലാത്ത നിന്റെ അച്ഛൻ പിടഞ്ഞു മരിക്കുമ്പോൾ ഈ തീരുമാനം ശരിയായിരുന്നു എന്ന് നീ ചിന്തിക്കും.
രാജലക്ഷ്മിയുടെ വാക്കുകൾ മൂർച്ചയുള്ള അമ്പുകൾ പോലെ അവൻ്റെ നെഞ്ചിൽ തറച്ചു. അച്ഛൻ്റെ ദയനീയമായ മുഖം അബിയുടെ മനസ്സിലേക്ക് വന്നു. ഗതികെട്ടവൻ്റെ മുന്നിൽ ധാർമ്മികതയ്ക്ക് എന്ത് വില? തൻ്റെ ആത്മാവിനെ വിറ്റിട്ടായാലും സ്വന്തം കുടുംബത്തെ രക്ഷിക്കണം. കണ്ണുനീർ കടിച്ചമർത്തിക്കൊണ്ട് അവൻ സമ്മതമെന്നോണം തലയാട്ടി. ഗുഡ് ബോയ്. രാജലക്ഷ്മി ഒരു താക്കോൽ അവൻ്റെ നേരെ നീട്ടി. മുകളിലെ നിലയിൽ വലതുവശത്തെ അവസാന മുറി. അവൾ അവിടെയുണ്ട്. മരപ്പടികൾ കയറുമ്പോൾ അബിയുടെ കാലുകൾക്ക് ഒരു 100 കിലോ ഭാരം തോന്നി. ഓരോ ചുവടിലും തൻ്റെ മനസാക്ഷി തന്നെ ശപിക്കുന്നത് അവൻ അറിഞ്ഞു. താനൊരു വേശ്യയെപ്പോലെ വിലക്കെടുക്കപ്പെട്ടിരിക്കുന്നു. വലതുവശത്തെ അവസാന മുറിയുടെ മുന്നിൽ അവൻ നിന്നു. വിറയ്ക്കുന്ന കൈകളോടെ താക്കോൽ പഴുതിലിട്ട് തിരിച്ചു. വാതിൽ തുറന്നപ്പോൾ അവനെതിരേറ്റത് കൊടും തണുപ്പാണ്. AC പൂർണ്ണമായി പ്രവർത്തിക്കുന്നു. മുറിയിൽ നേരിയ ഒരു നീല വെളിച്ചം മാത്രം. ഒരു വേട്ടമൃഗത്തെ പോലെ തൻ്റെ മേൽ ചാടി വീഴാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ഭ്രാന്തിയെയാണ് അവൻ പ്രതീക്ഷിച്ചത്. എന്നാൽ മുറിയിലെ കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. വിശാലമായ കട്ടിലിൽ വെളുത്ത പുതപ്പിനുള്ളിൽ ചുരുണ്ടുകൂടി ഒരു പെൺകുട്ടി ഗാഢനിദ്രയിലാണ്. മെലിഞ്ഞു വിളറിയ മുഖം, നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന കുറച്ച് മുടിയിഴകൾ, ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത ആ മുഖത്തുണ്ടായിരുന്നു. അഭിജിത്ത് പതുക്കെ കട്ടിലിനടുത്തേക്ക് നടന്നു. ഇല്ല, അവൾക്ക് യാതൊരു ബോധവുമില്ല. ഏതോ ഒരു വലിയ മയക്കത്തിലാണവൾ. പെട്ടെന്നാണ് കട്ടിലിനരികിലെ മേശപ്പുറത്തിരിക്കുന്ന മരുന്നുകുപ്പികൾ അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. കടുത്ത മയക്കം തരുന്ന, ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ലഭിക്കാത്ത ചില വീരം കൂടിയ മരുന്നുകളായിരുന്നു അവ. ഒപ്പം പകുതി കുടിച്ച ഒരു ഗ്ലാസ് പാലും. അവന് കാര്യങ്ങൾ പതുക്കെ മനസ്സിലായി തുടങ്ങി. ഇവൾ സ്വയം മയങ്ങിക്കിടക്കുന്നതല്ല, ബോധപൂർവം ആരെങ്കിലുമോ മയക്കി കിടത്തിയതാണ്. പക്ഷെ എന്തിന്? ഒരു രാത്രി തനിക്കൊപ്പം ചിലവഴിക്കാൻ രാജലക്ഷ്മി പണം നൽകി തന്നെ ഇങ്ങോട്ട് അയച്ചു. എന്നിട്ട് മകളെ മയക്കി കിടത്തിയിരിക്കുന്നു. ഇതിലെന്തോ വലിയൊരു ചതിക്കുഴിയുണ്ട്. പെട്ടെന്ന് മുറിയുടെ ഒരു മൂലയിൽ നിന്ന് ചെറിയൊരു പ്രകാശം അവൻ്റെ കണ്ണിലൊടുക്കി. മേശപ്പുറത്ത് പകുതി തുറന്നു വെച്ച ഒരു ലാപ്ടോപ്പ്. സ്ക്രീനിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. ആകാംക്ഷയോടെ അഭിജിത്ത് അതിനടുത്തേക്ക് ചെന്നു. ടച്ച് പാഡിൽ വിരലമർത്തിയപ്പോൾ ആ വീഡിയോ പ്ലേ ആകാൻ തുടങ്ങി. സ്ക്രീനിൽ മീരയുടെ മുഖം തെളിഞ്ഞു. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഭയപ്പാടോടെ അവൾ ചുറ്റിനും നോക്കുന്നുണ്ടായിരുന്നു. വീഡിയോയിൽ മീര സംസാരിക്കാൻ തുടങ്ങി. ഇതാരെങ്കിലും കാണുമോ എന്നെനിക്കറിയില്ല. ഞാൻ മീര. ഈ വീടിനുള്ളിൽ ഞാൻ ഒരു തടവുകാരിയാണ്. പുറം ലോകം അറിയുന്നത് എനിക്ക് ഭ്രാന്താണെന്നാണ്. എന്നാൽ സത്യം അതല്ല. എൻ്റെ അച്ഛൻ ഡൽഹിയിൽ നിന്ന് അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നുണ്ട്. അച്ഛൻ വരുന്നതിന് മുൻപ് എന്നെ എന്നേക്കുമായി ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിന് മുന്നിൽ എന്നെ ഒരു വേശ്യയായി ചിത്രീകരിച്ച് വീടിന് പുറത്താക്കാനോ ഉള്ള ശ്രമത്തിലാണ് എൻ്റെ രണ്ടാനമ്മ രാജലക്ഷ്മി. അഭിജിത്തിൻ്റെ ഹൃദയമിടിപ്പ് നിൽക്കുന്നത് പോലെ അവന് തോന്നി. കസേരയിലേക്ക് അവൻ തളർന്നിരുന്നു. സ്ക്രീനിൽ മീരയുടെ വെളിപ്പെടുത്തലുകൾ തുടരുകയായിരുന്നു. കോടിക്കണക്കിന് വരുന്ന അച്ഛൻ്റെ സ്വത്തുക്കൾ മുഴുവൻ തട്ടിയെടുക്കാൻ രാജലക്ഷ്മി മെനഞ്ഞെടുത്ത വളരെ തന്ത്രപരമായ ഭയാനകമായ ഒരു തിരക്കഥയായിരുന്നു അത്. ആ തിരക്കഥയിലെ ഏറ്റവും വലിയ വില്ലൻ അതായിരുന്നു ഞാൻ. വീഡിയോ അവസാനിച്ചപ്പോൾ മുറിയിൽ ഭയാനകമായ നിശബ്ദത തെളിഞ്ഞു. അഭിജിത്ത് തിരിഞ്ഞ് കട്ടിലിൽ മയങ്ങിക്കിടക്കുന്ന മീരയെ നോക്കി. സമൂഹത്തിൻ്റെ മുന്നിൽ വഴിപിഴച്ചവളായി ഭ്രാന്തിയായി മുദ്ര കുത്തപ്പെട്ട ഒരു പാവം പെൺകുട്ടി. അച്ഛൻ്റെ സ്വത്തുക്കൾക്ക് വേണ്ടി സ്വന്തം രണ്ടാനമ്മ തന്നെ അവളെ ഒരു അപരിചിതൻ്റെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുന്നു. നാളെ രാവിലെ ഈ മുറി തുറക്കപ്പെടും. താനും മീരയും ഒരുമിച്ചുള്ള രംഗം പകർത്തി മീരയ്ക്ക് ഭ്രാന്ത് മാത്രമല്ല, അവൾ സ്വഭാവദൂഷ്യമുള്ളവളാണെന്ന് വരുത്തി തീർക്കും. അതോടെ നാട്ടുകാരുടെ മുന്നിലും അച്ഛൻ്റെ മുന്നിലും അവൾ വെറുക്കപ്പെട്ടവളാകും. രാജലക്ഷ്മിയുടെ വഴിയിലെ ഒരേയൊരു തടസ്സം മാറിക്കിട്ടും. ഇതിനെല്ലാം കൂട്ടുനിന്നതിനുള്ള പ്രതിഫലമാണ് താഴെയിരിക്കുന്ന 15 ലക്ഷം രൂപ. അബിയുടെ കണ്ണുകൾ നിറഞ്ഞു. ദാരിദ്ര്യം മനുഷ്യനെ എന്തും ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. പക്ഷെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്ത് ഒരു ക്രൂരയായ സ്ത്രീയുടെ ചതിക്ക് കൂട്ടുനിന്നിട്ട് നേടുന്ന പണം കൊണ്ട് സ്വന്തം അച്ഛൻ്റെ ജീവൻ രക്ഷിച്ചാൽ ആ അച്ഛൻ അത് പൊറുക്കുമോ? ഇല്ല. താൻ പഠിച്ച വിദ്യാഭ്യാസവും വളർന്ന ചുറ്റുപാടും തന്നെ പഠിപ്പിച്ചത് ഇതല്ല. വിലപേശപ്പെട്ടത് തൻ്റെ ശരീരമല്ല, മനസാക്ഷിയാണെന്ന് അവന് മനസ്സിലായി. അവൻ എഴുന്നേറ്റു. ഭയത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ അവൻ്റെ മുഖത്ത് ദൃഢനിശ്ചയമായിരുന്നു. അവൻ വേഗത്തിൽ മീരയുടെ ലാപ്ടോപ്പിൽ നിന്ന് ആ വീഡിയോ ഡയറിയും മറ്റ് ചില പ്രധാനപ്പെട്ട ഫയലുകളും തൻ്റെ പെൻഡ്രൈവിലേക്ക് പകർത്തി.
മേശപ്പുറത്തിരുന്ന മരുന്ന് കുപ്പികൾ തൻ്റെ പോക്കറ്റിലാക്കി. രാജലക്ഷ്മി തന്നോട് സംസാരിച്ചപ്പോൾ താൻ രഹസ്യമായി ഫോണിൽ റെക്കോർഡ് ചെയ്ത ശബ്ദരേഖ ഒരിക്കൽ കൂടി അവൻ കേട്ടുറപ്പിച്ചു. വലയിൽ വീണ ഇര വെറും നിസ്സഹായനായ ചെറുപ്പക്കാരനല്ലെന്നും ആർജവമുള്ള ഒരു കർഷകനാണെന്നും ആ ദുഷ്ടയെ കാണിച്ചു കൊടുക്കാൻ അവൻ തീരുമാനിച്ചു. കട്ടിലിൽ കിടക്കുന്ന മീരയുടെ തലമുടിയിൽ പതുക്കെ തലോടിക്കൊണ്ട് അവൻ മനസ്സിൽ പറഞ്ഞു, ഭയക്കേണ്ട കുട്ടി, ഈ രാക്ഷസിയുടെ കയ്യിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും. ഇത് അഭിജിത്തിന്റെ വാക്കാണ്. 15 ലക്ഷത്തിന്റെ നോട്ടുകെട്ടുകൾ രാജലക്ഷ്മിയുടെ മുഖത്തേക്ക് വലിച്ചെറിയാൻ, ഒരു പുതിയ യുദ്ധത്തിന് തുടക്കം കുറിക്കാൻ അവൻ ആ മുറിയുടെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നു. താഴത്തെ ഹാളിൽ വിജയശ്രീയിൽ ആളിതിയായി ഇരിക്കുന്ന രാജലക്ഷ്മി. പടവുകൾ ഇറങ്ങി വരുന്ന അഭിജിത്തിനെ കണ്ട് അവർ അത്ഭുതപ്പെട്ടു. തൻ്റെ മുഖത്ത് പഴയ ഭയമോ നിസ്സഹായതയോ ഉണ്ടായിരുന്നില്ല. അവൻ നേരെ വന്ന് ടീപ്പോയിലിരുന്ന ആ പണപ്പെട്ടി ശക്തമായി അടച്ചു. എന്താടാ ഇത്, പണി തീർക്കാൻ ഇത്രയും വേഗമോ? രാജലക്ഷ്മി പുച്ഛത്തോട് ചോദിച്ചു. പണി തീർന്നു മേഡം, പക്ഷേ നിങ്ങൾ ഉദ്ദേശിച്ച പണിയല്ല. അഭിജിത്ത് തീ പാറുന്ന കണ്ണുകളോടെ അവരെ നോക്കി. എൻ്റെ ദാരിദ്ര്യം കണ്ട് വിലപേശാൻ വന്ന നിങ്ങളോട് എനിക്ക് സഹതാപമേ ഉള്ളൂ. ഈ പാപത്തിൻ്റെ പണം എനിക്കോ എൻ്റെ കുടുംബത്തിനോ വേണ്ട. സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാണിക്കുന്ന നിങ്ങളെയൊക്കെ എന്താണ് വിളിക്കേണ്ടത്? രാജലക്ഷ്മിയുടെ മുഖം വിളറി. അവൾ കോപത്തോടെ എഴുന്നേറ്റു. എടാ പുൽച്ചാടി, എൻ്റെ മുന്നിൽ നിന്ന് തത്വമസി പറയുന്നു. ഈ പണമില്ലെങ്കിൽ നാളെ നിന്റെ വീട് ജപ്തി ചെയ്യും. നിന്റെ അപ്പൻ പട്ടിണി കിടന്ന് ചാവും. ചത്താലും ഒരു തെണ്ടിയുടെയും കാല് പിടിക്കില്ല ഞങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടി. അഭിജിത്ത് വാതിലുകളിലേക്ക് നടന്നിട്ട് തിരിഞ്ഞു നിന്നു. ശേഖരൻ മുതലാളി അടുത്ത ആഴ്ച വരുമല്ലോ. അതിനു മുൻപ് മീരയ്ക്ക് ഒരു പോറൽ പോലും ഏൽക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ ഇന്ന് നടന്നതെല്ലാം ലോകമറിയും. ഞാൻ ഇപ്പോൾ പോകുന്നു. മറുപടിക്ക് കാത്തു നിൽക്കാതെ അഭിജിത്ത് ഇരുട്ടിലേക്ക് മറഞ്ഞു. പിറ്റേന്ന് രാവിലെ തന്നെ ബാങ്കുകാർ അബിയുടെ വീട്ടിലെത്തി. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ കൊച്ചു വീട് അവർ ജപ്തി ചെയ്തു. ഒരു കീറിയ പായയും കുറച്ച് പാത്രങ്ങളും അച്ഛൻ്റെ മരുന്നുകളുമായി അവരും ആ തെരുവിലേക്ക് ഇറങ്ങി. കുറച്ച് ദൂരെയായി രാജലക്ഷ്മിയുടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് അബി കണ്ടു. ആ സ്ത്രീയുടെ മുഖത്തെ പരിഹാസച്ചിരി അവനെ തളർത്തിയില്ല. പകരം ഉള്ളിലെത്തി ആളിക്കത്തുകയായിരുന്നു. നാട്ടുകാരനായ ഒരു ചായക്കടക്കാരൻ്റെ ഉപയോഗശൂന്യമായ ഒരു പഴയ ചായ്പിലേക്കാണ് അവർ മാറിയത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ആ കുടിലിലിരുന്ന് തൻ്റെ അച്ഛനും അനിയത്തിയും ഉറങ്ങുന്നത് നോക്കി അഭിജിത്ത് ദിവസങ്ങളെണ്ണി കാത്തിരുന്നു ശേഖരൻ്റെ വരവിനായി. ഒരാഴ്ച കടന്നുപോയി. ശ്രീഭദ്ര എസ്റ്റേറ്റിൽ വലിയ ആഘോഷങ്ങളായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ശേഖരൻ മുതലാളി നാട്ടിലെത്തിയിരിക്കുന്നു. വലിയ രാഷ്ട്രീയക്കാരും ബിസിനസ്സുകാരും അദ്ദേഹത്തെ കാണാൻ വരി നിൽക്കുകയായിരുന്നു. രാജലക്ഷ്മി വളരെ സ്നേഹമയായി ഒരു ഭാര്യയുടെ റോളിൽ തിളങ്ങി നിന്നു. മീരയ്ക്ക് കടുത്ത പനിയാണെന്നും അതിനാൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്നും അവർ എല്ലാവരോടും കള്ളം പറഞ്ഞു. ഈ സമയം ബംഗ്ലാവിൻ്റെ മതിലിന് പുറത്ത് അഭിജിത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഗേറ്റിൽ നിറയെ സെക്യൂരിറ്റിക്കാർ ഉള്ളതുകൊണ്ട് അകത്തേക്ക് കയറുക എളുപ്പമായിരുന്നില്ല. എങ്കിലും രാത്രിയായപ്പോൾ സുരക്ഷാ ജീവനക്കാരുടെ കണ്ണു വെട്ടിച്ച് വലിയൊരു മതിൽ ചാടിക്കടന്ന് അവൻ ബംഗ്ലാവിൻ്റെ പൂന്തോട്ടത്തിലെത്തി. ശേഖരൻ മുതലാളി തൻ്റെ സ്ഥിരം ശീലമായ രാത്രി നടത്തത്തിനായി പൂന്തോട്ടത്തിലേക്ക് ഇറങ്ങിയ സമയമായിരുന്നു അത്. ഇരുളിൽ നിന്ന് പെട്ടെന്ന് തൻ്റെ മുന്നിലേക്ക് ചാടിയ ചെറുപ്പക്കാരനെ കണ്ട് അദ്ദേഹം ഞെട്ടി പിന്നോട്ട് മാറി. ആരാത്? സെക്യൂരിറ്റി! ശേഖരൻ വിളിക്കാൻ വായി തുറന്നതും അഭിജിത്ത് അദ്ദേഹത്തിൻ്റെ കാലുകളിൽ വീണു. അരുത് സാർ, വിളിക്കരുത്. ഞാൻ കള്ളനല്ല. എൻ്റെ പേര് അഭിജിത്ത്, നിങ്ങളുടെ അയൽവാസിയാണ്. എനിക്കൊരു ജീവൻ രക്ഷിക്കാൻ സാറിൻ്റെ സഹായം വേണം. മീരയുടെ ജീവൻ. മകളുടെ പേര് കേട്ടതും ശേഖരൻ സ്തംഭിച്ചു നിന്നു. മീരയോ? അവൾക്ക് എന്തു പറ്റി? നീ ആരാണ്? സാർ, ഇവിടെ നടക്കുന്നതൊന്നും സാർ അറിയുന്നില്ല. മീരയ്ക്ക് ഒരു അസുഖവുമില്ല. അവളെ മാനസിക രോഗിയാക്കി മാറ്റാൻ ശ്രമിക്കുകയാണ്. ശേഖരൻ്റെ മുഖത്ത് ദേഷ്യം ഇരച്ചു കയറി. എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? എൻ്റെ ഭാര്യ രാജലക്ഷ്മി അവളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അല്ല സാർ, ഇതെല്ലാം ആ സ്ത്രീയുടെ നാടകമാണ്. സാർ ഇതൊന്ന് കണ്ടു നോക്ക്. അഭിജിത്ത് തൻ്റെ ഫോണെടുത്ത് മീരയുടെ ആ വീഡിയോ പ്ലേ ചെയ്ത് ശേഖരന് നേരെ നീട്ടി. ഫോണിൻ്റെ ചെറിയ സ്ക്രീനിൽ മീരയുടെ കരയുന്ന മുഖം കണ്ടപ്പോൾ ശേഖരൻ്റെ കൈകൾ വിറച്ചു. അവൾ ഓരോ കാര്യങ്ങളും പറയുന്നതിനനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ശ്വാസഗതി വേഗത്തിലായി. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ രാജലക്ഷ്മി നടത്തുന്ന ക്രൂരമായ ഗൂഢാലോചനകൾ, തൻ്റെ ദിവസങ്ങളോളം ഉറക്ക ഗുളികകൾ നൽകി മയക്കിക്കിടത്തിയിരുന്നത് എല്ലാം അദ്ദേഹം കേട്ടു. വീഡിയോ അവസാനിച്ചപ്പോൾ ആ വലിയ മനുഷ്യൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു.
വർഷങ്ങളോളം താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ഭാര്യ തൻ്റെ ഏക മകളെ ഇത്രയും കാലം പീഡിപ്പിക്കുകയായിരുന്നു എന്ന സത്യം അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു. സാർ, ഇതുമാത്രമല്ല, അഭിജിത്ത് തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ മരുന്ന് കുപ്പികൾ പുറത്തെടുത്തു. ഒപ്പം രാജലക്ഷ്മിയുമായുള്ള സംഭാഷണത്തിൻ്റെ ശബ്ദരേഖയും കേൾപ്പിച്ചു. തന്നെ 15 ലക്ഷം രൂപ നൽകി മീരയുടെ മുറിയിലേക്ക് അയച്ച സംഭവം അഭി വിശദീകരിച്ചപ്പോൾ ശേഖരൻ്റെ രക്തം തിളച്ചു. എൻ്റെ കുട്ടി, അദ്ദേഹം വിതുമ്പി. പിന്നെ പെട്ടെന്ന് അദ്ദേഹം അഭിജിത്തിനെ കെട്ടിപ്പിടിച്ചു. മോനെ, നീ ഇന്ന് ചെയ്ത ഉപകാരം ഈ ശേഖരൻ മരിച്ചാലും മറക്കില്ല. നീ വെറുമൊരു അപരിചിതനായിരുന്നിട്ടും എൻ്റെ മകളെ കാത്തു. പക്ഷേ എൻ്റെ സ്വന്തം രക്തം. അദ്ദേഹം കണ്ണുനീർ തുടച്ചു. ആ മുഖത്ത് ഇപ്പോൾ സങ്കടമില്ല, കത്തിജ്വലിക്കുന്ന പകയായിരുന്നു. ഇനി ഈ ശേഖരൻ ആരാണെന്ന് ആ പിശാച് അറിയും. പിറ്റേന്ന് രാവിലെ ശ്രീഭദ്ര ബംഗ്ലാവിൽ ഒരു വലിയ കൊടുങ്കാറ്റിന് മുന്നോടിയായുള്ള നിശബ്ദതയായിരുന്നു. ഇതൊന്നും അറിയാതെ വളരെ സന്തോഷവതിയായി വില കൂടിയ ഒരു കാഞ്ചീപുരം സാരിയൊക്കെ ഉടുത്ത് ശേഖരന് പ്രിയപ്പെട്ട ഏലക്കായ ഇട്ട ചായയുമായി രാജലക്ഷ്മി താഴേക്ക് വന്നു. ഇന്നലെ രാത്രി ശേഖരൻ്റെ പെരുമാറ്റത്തിൽ അവൾക്ക് യാതൊരു അസ്വാഭാവികവും തോന്നിയില്ല. എല്ലാം തൻ്റെ വിരൽത്തുമ്പിലാണെന്ന അഹങ്കാരമായിരുന്നു ആ നടപ്പിൽ. എന്നാൽ താഴത്തെ വിശാലമായ ഹാളിലെ കാഴ്ച കണ്ട് അവളൊന്ന് നിന്നു. വലിയ സോഫയിൽ ശേഖരൻ ഗൗരവത്തോടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എതിർവശത്തായി നഗരത്തിലെ പ്രശസ്തനായ സൈക്കാട്രിസ്റ്റ് ഡോക്ടർ വർമ്മ, സർക്കിൾ ഇൻസ്പെക്ടർ, പിന്നെ തൻ്റെ ജീവനക്കാരുടെ ഇടയിൽ നിൽക്കുന്ന അഭിജിത്ത്. അഭിയെ അവിടെ കണ്ടതും രാജലക്ഷ്മിയുടെ ഉള്ളൊന്ന് കാളി. കയ്യിലിരുന്ന വെള്ളി ട്രെയിലെ ചായക്കപ്പ് വിറയലോടെ താഴേക്ക് വീണു. വലിയൊരു ശബ്ദത്തോടെ അത് ചിതറിത്തെറിച്ചു. എന്താ രാജലക്ഷ്മി, പതിവില്ലാതെ കൈ വിറയ്ക്കുന്നുണ്ടല്ലോ? ശേഖരന്റെ ശബ്ദത്തിൽ പരിഹാസവും അതിലേറെ കോപവും നിറഞ്ഞു നിന്നു. അദ്ദേഹം പതുക്കെ എഴുന്നേറ്റു. അത് പെട്ടെന്ന് കാൽ വഴുതിയതാ. ഇയാളെന്തിനാ ശേഖരേട്ട ഈ അതിരാവിലെ ഇവിടെ? അഭിജിത്തിനെ ചൂണ്ടി അവൾ വിക്കി തുടങ്ങി. തൻ്റെ വിയർപ്പു കണങ്ങൾ പുറത്തു കാണിക്കാതിരിക്കാൻ അവൾ പരമാവധി ശ്രമിച്ചു. നിന്റെ നാടകം അവസാനിച്ചു രാജലക്ഷ്മി. ഈ മുഖം മൂടി ഇനി നീ അഴിച്ചു വെച്ചോളൂ. എല്ലാം ഞാൻ അറിഞ്ഞു, ശേഖരൻ ഗർജിച്ചു. ആ ശബ്ദം ആ വലിയ ബംഗ്ലാവിൻ്റെ ചുവരുകൾ തട്ടി പ്രതിധ്വനിച്ചു. ജോലിക്കാരെല്ലാം ഭയത്തോടെ മാറി നിന്നു. എന്ത് നാടകം? നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഈ ചെറുപ്പക്കാരൻ നിങ്ങളോട് എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവൻ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതാ. അവൾ അവസാനത്തെ അടവും പയറ്റി നോക്കി. നിർത്തടി. ശേഖരൻ ഒരലർച്ചയായിരുന്നു. കള്ളം പറയുന്നത് ആരാണെന്നും സത്യം പറയുന്നത് ആരാണെന്നും എനിക്കിപ്പോൾ നന്നായി അറിയാം. അദ്ദേഹം ഡോക്ടർ വർമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. ഡോക്ടർ തൻ്റെ കയ്യിലിരുന്ന ഫയൽ തുറന്നു. മിസ്സിസ് രാജലക്ഷ്മി, ഇന്നലെ രാത്രി ശേഖരൻ സാറിൻ്റെ ആവശ്യപ്രകാരം ഞാൻ മീരയെ പരിശോധിച്ചിരുന്നു. അവളുടെ രക്തസാമ്പിളുകളുടെ റിസൾട്ടും വന്നു. വളരെ അപകടകരമായ നാഡീവ്യൂഹത്തെ തളർത്തുന്ന സൈക്കാർട്ടിക് ഡ്രഗ്സ് കഴിഞ്ഞ കുറേ നാളുകളായി ആ കുട്ടിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇത് തുടരുകയാണെങ്കിൽ അവൾ പൂർണ്ണമായും ഒരു മാനസിക രോഗിയാവുകയോ മരിക്കുകയോ ചെയ്യുമായിരുന്നു. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് രാജലക്ഷ്മി തരിച്ചു നിന്നുപോയി. ഭൂമി പിളർന്ന് താഴേക്ക് പോകുന്നത് പോലെ അവൾക്ക് തോന്നി. ഇവൾ മാത്രമല്ല സാർ ഇതിന് പിന്നിൽ. ഈ മരുന്നുകൾ കുറിപ്പടിയില്ലാതെ നൽകിയ ഫാർമസിക്കാരെയും ഞങ്ങൾ പൊക്കിയിട്ടുണ്ട്. അവരെല്ലാം സമ്മതിച്ചു. ഇൻസ്പെക്ടർ രവീന്ദ്രൻ കൂട്ടിച്ചേർത്തു. ശേഖരൻ തൻ്റെ ഫോണെടുത്ത് രാജലക്ഷ്മിയും അഭിജിത്തുമായുള്ള സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ പ്ലേ ചെയ്തു. താൻ പറഞ്ഞ ഓരോ ക്രൂരമായ വാക്കുകളും സ്വന്തം കാതുകളിലൂടെ കേട്ടപ്പോൾ രാജലക്ഷ്മിക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ തളർന്ന് താഴെ വീണു. 15 ലക്ഷം രൂപ കൊടുത്ത് നീ എൻ്റെ മകളുടെ മാനവും ജീവിതവും വിലയ്ക്ക് വാങ്ങാൻ നോക്കിയില്ലടി. കോടികളുടെ സ്വത്തിനു വേണ്ടി നീ ഇത്രയും തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല. ശേഖരന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരും ഒപ്പം കോപവും അഗ്നിപർവം പോലെ പൊട്ടിത്തെറിച്ചു. രാജലക്ഷ്മി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശേഖരന്റെ കാലിൽ വീഴാൻ ശ്രമിച്ചു. എന്നോട് ക്ഷമിക്കണം ശേഖരേട്ട, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എനിക്ക് ദുരാഗ്രഹം തോന്നിപ്പോയതാ. എന്നെ പോലീസിൽ കൊടുക്കരുത്. എന്നാൽ അദ്ദേഹം അവളെ വെറുപ്പോടെ തട്ടിമാറ്റി. ഇനി നിനക്ക് സ്ഥലം ജയിലാണ്. എൻ്റെ മകൾ അനുഭവിച്ച നരകയാതനകൾക്ക് നീ നിയമത്തിന് മുന്നിൽ ഉത്തരം പറയണം. ഇൻസ്പെക്ടർ നൽകിയ സിഗ്നൽ പ്രകാരം പുറത്തു നിന്നിരുന്ന വനിതാ പോലീസുകാർ അകത്തേക്ക് വന്നു. അവർ രാജലക്ഷ്മിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. സാറേ, ഞാൻ അങ്ങനെയൊന്നും. അവൾ പിന്നോട്ട് കുതറി മാറാൻ ശ്രമിച്ചു. പക്ഷേ ആ പോലീസുകാർ അവളെ ബലമായി ജീപ്പിലേക്ക് കയറ്റി. പണത്തിൻ്റെ അഹങ്കാരത്തിൽ വിലസിയിരുന്ന ആ എസ്റ്റേറ്റ് ഉടമയുടെ അവസാനത്തെ അലർച്ചയും ആ ബംഗ്ലാവിലെ മതിലുകളിൽ തേങ്ങി തീർന്നു. ജീപ്പ് ഗേറ്റ് കടന്നപ്പോൾ ശേഖരൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സോഫയിലേക്ക് തളർന്നിരുന്നു.
അദ്ദേഹം 2 കൈകളും കൊണ്ട് മുഖം പൊത്തി വിതുമ്പിക്കരഞ്ഞു. അഭിജിത്ത് പതുക്കെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചു. ശേഖരൻ മുഖമുയർത്തി ആ ചെറുപ്പക്കാരനെ നോക്കി. ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് തൻ്റെ കുടുംബത്തെ, തൻ്റെ ഏക മകളെ സ്വന്തം ജീവൻ പണയം വെച്ചും രക്ഷിച്ചവനാണ് മുന്നിൽ നിൽക്കുന്നത്. പണത്തിനു മീതെ പറക്കുന്ന പരുന്തുകൾക്കിടയിൽ മനസാക്ഷി മരിക്കാത്ത ഒരു മനുഷ്യൻ. ശേഖരൻ അഭിയുടെ കൈകൾ കൂട്ടിപ്പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു, നന്ദി മോനെ. എന്ത് നൽകിയാലാണ് ഈ കടം തീരുക എന്നെനിക്കറിയില്ല. മാസങ്ങൾ കടന്നുപോയി. ഒരു പുതിയ പ്രഭാതം. അച്ഛനെ വലിയ ആശുപത്രിയിൽ കാണിച്ച് പൂർണ്ണ ആരോഗ്യവാനായി തിരികെ കൊണ്ടുവന്ന അഭിജിത്തിനെ കാത്ത് വലിയൊരു കാർ അവരുടെ വീടിൻ്റെ പോർച്ചിൽ കിടപ്പുണ്ടായിരുന്നു. അത് ശേഖരൻ്റെ കാറായിരുന്നു. അഭിയുടെ ജപ്തി ചെയ്യപ്പെട്ട വീടും പറമ്പും ശേഖരൻ സ്വന്തം പണം നൽകി തിരിച്ചെടുത്തു. അതിനുമപ്പുറം ആ വീട് മനോഹരമായി പുതുക്കി പണിയാനും അദ്ദേഹം സഹായിച്ചു. അമ്മുവിൻ്റെ പഠന ചെലവുകൾ മുഴുവൻ അദ്ദേഹം ഏറ്റെടുത്തു. കാറിൽ നിന്ന് ശേഖരനൊപ്പം വളരെ സന്തോഷവതിയായി മീരയും പുറത്തിറങ്ങി. ആ പഴയ ക്ഷീണവും ഭയവും അവളുടെ മുഖത്തില്ലായിരുന്നു. സുന്ദരിയായ ഒരു സാധാരണ പെൺകുട്ടി. അഭിജിത്ത്, ശേഖരൻ അവനെ അരികിലേക്ക് വിളിച്ചു. നിന്റെ സത്യസന്ധതയും ധീരതയുമാണ് എൻ്റെ മകൾക്ക് പുതിയൊരു ജീവിതം നൽകിയത്. എൻ്റെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി നോക്കി നടത്താൻ ഞാൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുകയായിരുന്നു. MSc അഗ്രികൾച്ചർ കഴിഞ്ഞ നിന്നേക്കാൾ യോഗ്യനായ ഒരാൾ എനിക്ക് വേറെയില്ല. നീ അത് ഏറ്റെടുക്കണം. അഭിജിത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ നന്ദിയോടെ തലയാട്ടി. ശേഖരൻ മീരയുടെ കൈ പിടിച്ച് അഭിയുടെ നേരെ നീട്ടി. എൻ്റെ സ്വത്തുക്കൾ മാത്രമല്ല അഭി, എൻ്റെ ജീവനായി ഇവളെ സംരക്ഷിക്കാൻ ഇതിലും സുരക്ഷിതമായ മറ്റൊരു കൈകൾ എനിക്ക് കണ്ടെത്താൻ കഴിയില്ല. നിനക്ക് സമ്മതമാണെങ്കിൽ. അഭിയും മീരയും പരസ്പരം നോക്കി. മീരയുടെ കണ്ണുകളിൽ അവനോടുള്ള ആരാധനയും പ്രണയവും നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾക്കും കണ്ണുനീരിനും ശേഷം അഭിയുടെ ജീവിതത്തിൽ പാതിരാസൂര്യനെ പോലെ ഒരു പ്രകാശം ഉദിച്ചുയരുകയായിരുന്നു. ധർമ്മത്തിൻ്റെ പാതയിലൂടെ നടന്ന ആ ചെറുപ്പക്കാരനെ കാത്ത് വലിയൊരു സാമ്രാജ്യവും സുന്ദരമായൊരു ജീവിതവും ബാക്കിയുണ്ടായിരുന്നു.